ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ആണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽലെസ് റീഡിംഗുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ വളരെ കാഷ്വൽ ആയിരുന്നു. ഒട്ടും പ്രഷർ ഇല്ലായിരുന്നു, ഒട്ടും പ്രതീക്ഷകളോ ഒന്നുമില്ല. ജസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഒട്ടും എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. വലിയ പ്രഷറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോർമലി ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു. ഒരുപാട് എന്താ പറയാ, ഒരുപാട് സമയങ്ങൾ മണിക്കൂറുകൾ നിങ്ങൾ സംസാരിക്കുമായിരുന്നു. അത് നിങ്ങൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യായിരുന്നു. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് വൈകിയാൽ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അയാളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മനസ്സിലായി, ഗ്രാജുവലി ഒരു ഇഷ്ടം തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്തെങ്കിലും ബിസി ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും റീസൺ കൊണ്ടാണെന്ന്. പക്ഷെ ഗ്രാജുവലി നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു അറ്റാച്ച്മെന്റ് പതുക്കെ പതുക്കെ കൂടി വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഒരു പ്രോബ്ലംസ് പോലും അത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി തുടങ്ങി. അപ്പോ പിന്നീടെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും നല്ല ഫ്രണ്ട് ആയിട്ടിരുന്ന ആള് പിന്നെ കുറച്ചുകൂടെ നമ്മുടെ ലൈഫിൽ ഇച്ചിരി കൂടെ ഒരു വേറൊരു ആംഗിൾ നമ്മൾ കാണാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ രാവിലെ വരുന്ന മെസ്സേജസ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് കോൾസ് അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം ഒരു ഡെയിലി റുട്ടീനായി മാറി. മനസ്സിലായോ? അപ്പൊ വളരെ സ്മൂത്ത് ആയിട്ട് പോയ ഒരു റിലേഷൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നെ നിങ്ങൾ നോർമലി ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതെനിക്ക് അതിനെ പറ്റിയുള്ള ഹിന്റുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ഫ്യൂച്ചറിനെ പറ്റിയും അയാളുടെ ഡ്രീംസിനെ പറ്റിയും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഡയറക്ട്ലി ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ടോക്ക് അല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കൊരു എന്റെ എന്തോ ആണ്, അയാൾക്ക് എന്തോ എന്നോട് ഇഷ്ടമുണ്ട്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായി തുടങ്ങി. പതുക്കെ നിങ്ങളും ഓപ്പൺ ആവാൻ തുടങ്ങി ആ ഒരു പേഴ്സന്റെ അടുത്ത്. അതുപോലെ തന്നെ ഇമോഷണലി എന്താ പറയാ, നിങ്ങൾ ഒരുപാട് സത്യസന്ധത പുലർത്തും, ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടൊക്കെ തന്നെ ആ ഒരു പേഴ്സണോട് നിങ്ങൾ സംസാരിക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങി. പതുക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ കെയറിങ് കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി? പേടിക്കാതെ നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ എന്താ പറയാ, പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഏതോ ഒരു ആംഗിൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഷിഫ്റ്റ് വന്നു. സഡൻ അല്ല, പക്ഷെ സ്ലോ ആയിട്ട് ഒരു ഷിഫ്റ്റ് വന്നു. അതായത് നിങ്ങൾ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു നോർമൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഈ ഒരു തരത്തിലോട്ടൊരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഒക്കെ പോയി ആ ഒരു ഇതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്തൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു ബ്രേക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു സൈലൻസ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു ടൈമിന് അല്ലെങ്കിൽ കുറച്ച് ഡിലേ വരിക, അത് ഷോർട്ട് ആകുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ അയാളുടേതായിട്ടുള്ള എക്സ്ക്യൂസുകളും കാര്യങ്ങളും, പിന്നെ നിങ്ങൾ ഡെയിലി വിളിച്ചോണ്ടും നിങ്ങൾ ഡെയിലി സംസാരിച്ചോണ്ടും നിന്നതിലൊക്കെ ടൈം പീരീഡും അതുപോലെ തന്നെ കോളുകളൊക്കെ കുറയുക. പിന്നെ ആദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റീസൺസ് തരുമായിരുന്നു. മനസ്സിലായി, ഞാൻ ബിസി ആയിരുന്നു, അതല്ലെങ്കിൽ എനിക്ക് സ്ട്രെസ് ആയിരുന്നു, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആയിരുന്നു, അതല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടിരുന്നു, അതല്ലെങ്കിൽ ഞാൻ പഠിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ എക്സാം ആയിരുന്നു, സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാം ആയിരുന്നു, പഠിക്കുമായിരുന്നു. അങ്ങനെ അവരുടേതായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്താണോ ചെയ്യുന്നത് ആ ഒരു ചുറ്റുപാടൊത്ത രീതിയിൽ അയാൾ നിങ്ങൾക്ക് ഒരു ആൻസർ തരാൻ ശ്രമിക്കുമായിരുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓക്കെ അങ്ങനെ ആയിരിക്കാം എന്ന് നിങ്ങൾ ഓർത്തു. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഇൻറ്റ്യൂഷൻസ് സൈലന്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ സിഗ്നൽസ് തന്നു തുടങ്ങി. മനസ്സിലായോ? ഇത് നിങ്ങളുടെ, അതായത് ഈ ഒരു പേഴ്സന്റെ എനർജി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് പറയുന്നത് സത്യമാണോ, അതോ ഇനി വല്ല അഫെയറും ഉണ്ടോ, അതിൽ എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചിന്തകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തോന്നി തുടങ്ങി എന്നാണ് നമുക്കിപ്പോ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ച് പറയുന്നത്. അപ്പൊ അത്ര സ്മൂത്ത് ആയിട്ട് പോയിരുന്ന റിലേഷൻഷിപ്പ് പെട്ടെന്നായിരുന്നു ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഫോം ചെയ്ത്. അപ്പോ സംസാരങ്ങൾ വളരെ ഡെപ്തിലുണ്ടായിരുന്ന സംസാരങ്ങൾ അത് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താ പറയാ, എന്താണ് റിലേഷൻഷിപ്പിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ അറിയാനും ഒരു വല്ലാത്തൊരു വെപ്രാളവും അതുപോലെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും, എന്താ ഇങ്ങനെയൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങളുടെ ചിന്തകൾ മൊത്തം മാറി തുടങ്ങി. പിന്നെ നിങ്ങളെ പറ്റി രാവിലെ ഡെയിലി മെസ്സേജ് അയച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ചിരിക്കുന്ന ഒരാള് പെട്ടെന്ന് അങ്ങനെയൊന്നും ചോദിക്കാതായി. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻസും അതുപോലെ തന്നെ നിങ്ങളത് വളരെയധികം ഹേർട്ട് ചെയ്യുകയും ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞ ഈ ഒരു പേഴ്സണെ നല്ല രീതിയിൽ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ ഇന്നേ
ഇതുവരെയും ചേഞ്ച് ആയിട്ടില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ആയതിനു ശേഷം നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും പിന്നെ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അയാളുടെ സ്വഭാവത്തിൽ, അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ അധികം കെയർ ചെയ്ത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് ഞാൻ വിളിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ എപ്പോഴും വിളിച്ചാലും ഞാൻ അവൈലബിൾ ആകുന്നത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പറയുന്ന കാര്യത്തിൽ ഞാൻ പ്രോപ്പറായിട്ടല്ലേ ഞാൻ പ്രതികരിക്കുന്നത്, അങ്ങനത്തെയൊക്കെ സെൽഫ് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് സ്ലോ ആയിട്ട് എൻറ്റർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ ഒരു പേഴ്സന്റെ സൈഡിൽ നിന്നുള്ള ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാല് അവർക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്നത് അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇതല്ലായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അത്ര ഇല്ല എങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പേടിയായിരുന്നു, പേടിയും ഉണ്ടായിരുന്നു ആ ഒരു കൂട്ടത്തിൽ ശരിക്കും. അപ്പോ ഈ ഒരു കണക്ഷൻ ശരിക്കും പറഞ്ഞാല് ഒരു സീരിയസ് ഡയറക്ഷനിലോട്ട് എടുക്കുന്നത് എന്ന് അവർക്ക് ശരിക്കും എന്താ പറയാ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതായത് നിങ്ങളാണ് ഓവറായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഫസ്റ്റിലെ രണ്ടുപേരും ഒരുപോലെ ആയിരുന്നെങ്കിലും കുറെ കൂടെ ഡെപ്തിൽ അല്ലെങ്കിൽ കുറെ കൂടെ അവരെക്കാട്ടി ഒരു സ്റ്റെപ്പ് മുമ്പിൽ കൂടുതൽ നിങ്ങളാണ് അവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്കും നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരുന്നു, അത് സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അത് കൊണ്ടുപോകാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അവർക്ക് അത് ഫീൽ ചെയ്യായിരുന്നു, നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ അവർ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നായിരുന്നു. പക്ഷെ അവർക്കുള്ളിൽ ഭയം ഉണ്ടായിരുന്നു. അതായത് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങളെ മാത്രമാവില്ല, ചിലപ്പോൾ അയാളുടെ ഫാമിലി ആയിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോർത്തിട്ട് അയാൾക്കൊരു ഫിയർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അയാള് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അയാൾ പേടിച്ചിരുന്നു. നിങ്ങളിൽ നിന്ന് അയാൾ ഡിസ്റ്റൻസ് എടുത്തു തുടങ്ങി. അത് ശരിക്കും പറഞ്ഞാൽ അയാൾ ഡിസ്റ്റൻസ് എടുക്കുന്നതെന്ന് തന്നെ കാര്യം എന്ന് വെച്ചാല് അങ്ങനെയെങ്കിലും ഇതൊന്ന് ജസ്റ്റ് എന്താ പറയാ അങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചെങ്കിലും എനിക്ക് ഇമോഷണലി ഒന്ന് സ്റ്റേബിൾ ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എന്നെ പറ്റി എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ടാണ് ആദ്യമൊക്കെ അയാൾ ഡിസ്റ്റൻസിൽ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്രയൊക്കെ എഫേർട്ട് ചെയ്തും നിങ്ങൾ എത്രയൊക്കെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ മെസ്സേജസ് കുറച്ചിട്ടുണ്ടായിരിക്കാം, പിന്നെ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് അവരുമായിട്ട് നമ്മളൊരു സോൾ ടൈം ഉണ്ട് നമ്മുടെ ലൈഫിലെ എല്ലാ ആൾക്കാരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് നാൾ ഇപ്പൊ നമ്മൾ ഒരാളോട് കൂടെ ജീവിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി നമ്മൾ ജീവിക്കുമ്പോഴല്ല നമ്മൾ എന്ത് തരത്തിൽ എനർജി വൈസ് കണക്ട് ചെയ്യുമ്പോഴും ആ ഒരു പേഴ്സണെ നമ്മൾ മെറിയാൻ ചെയ്തു തുടങ്ങും. അത് ചില സോഡിയാക്കിൻ്റെത് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ടോറസ് പോലെയുള്ള എനർജീസ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി അവർ എന്താണോ കാണിക്കുന്നത് അതുപോലെ മെറിയാൻ തുടങ്ങും. അപ്പോ അങ്ങനെയുള്ള ആൾക്കാര്, അതല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ നാള് വൈസ് നമ്മുടെ ന്യൂമറോളജി ഒക്കെ വെച്ചിട്ട് കുറെ ആൾക്കാർ അങ്ങനെ അല്ലെങ്കിൽ ഉണ്ട്, അങ്ങനെ ന്യൂമറോളജി ഒന്നും എടുക്കണില്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു എനർജി ഫീൽഡിൽ നമ്മളുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ ട്വിൻസോളല്ല സോൾമേറ്റല്ല ആരായാൽ പോലും ആരും ആയില്ലെങ്കിൽ നോർമൽ ഒരു സോൾ ആണെങ്കിൽ പോലും നമ്മൾ അവരുമായിട്ട് മിറർ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളും അവരുമായിട്ട് മിറർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും കുറെ കൂടെയൊക്കെ സൈലൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈലൻസ് ശരിക്കും പറഞ്ഞ ഒരു ഡേഞ്ചർ ആണ്. പിന്നെ നിങ്ങൾക്ക് തുടങ്ങി പിന്നെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് അവര് നിങ്ങളെ കെയർ ചെയ്തില്ല, അവരും ചെയ്തു. അപ്പൊ അതായത് നിങ്ങളുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും ഒക്കെ ഒരു ഈഗോ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അകത്തുനിന്ന് ഫീൽ ചെയ്യുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് അപ്പോൾ നിങ്ങൾ മെറിർ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അവർക്കും ശരിക്കും ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഡിസ്റ്റൻസ് അല്ല, നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവരുടെ ഒരു എനർജി എന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് എനർജിയാണ് ഇപ്പോഴത്തേത്. അതായത് ഔട്ട്സൈഡ് പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്നൊരു രീതിയിൽ കൂളായിട്ടും പോകുന്നു, ആസ് യൂഷ്വൽ പോകുന്നത് പോലെ. പക്ഷെ ഇൻസൈഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് വിഷമങ്ങളും നിങ്ങൾ ഇത്രയും ഡിസ്റ്റൻസ് കാണിക്കുന്നതിലൊക്കെ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സ്റ്റിൽ അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി കൊണ്ട് അവർക്ക് ട്രിഗറിങ്ങും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷങ്ങളും ഓരോ കോൺവെർസേഷൻസ്, പ്ലേസ്, സോങ് എന്തുമാവാം അതിനെപ്പറ്റിയെല്ലാം ആ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ട്. ചില സമയത്ത് ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും അയാൾ ഓൺലൈൻ ആയിരിക്കുന്ന സമയങ്ങളൊക്കെ വാട്സാപ്പിലൊക്കെ അപ്പൊ നിങ്ങൾ അയച്ചിട്ടുള്ള പഴയ ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് സംസാരിക്കുന്നു. പിന്നെ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹവും ഉണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതായത് ഇവിടെ ഒരു ഈഗോയുടെ പ്രശ്നം നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് നടക്കുന്നില്ല. നിങ്ങളുമായിട്ടുള്ള സോഷ്യൽ മീഡിയാസ് വഴി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ
നേരത്തേക്കെന്ന് വെച്ചാൽ അയാൾക്ക് ഇമോഷൻസും അയാൾക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും എന്തിനാണ് കൊണ്ടുവന്ന് അയാളുടേതായിട്ടുള്ള ലൈഫിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അയാള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്ന് വെച്ചാൽ നല്ലൊരു എനർജി ഷിഫ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്തു, അതും അയാൾക്കറിയാം. പക്ഷെ അതുകൊണ്ട് അയാൾക്ക് നിങ്ങളോട് ദേഷ്യവും കാര്യങ്ങളും അല്ല, പക്ഷെ ഇമോഷണലി എന്താ പറയാ, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു കെയറിങ് ഇങ്ങനെ പോയില്ലേ, അല്ലെങ്കിൽ ആ ഒരു പേടി കൊണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ ഓർത്തിട്ട് അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അയാൾ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഇങ്ങനെയല്ല ഞാൻ ശരിക്കും ഇഷ്ടപ്പെടേണ്ടിരുന്നത്, ഇങ്ങനെയല്ല ഞാൻ ആ ഒരു വ്യക്തിയോട് പെരുമാറേണ്ടിയിരുന്നത് എന്നൊക്കെ ഓർത്ത് ഡെയിലി അതിനെപ്പറ്റി ഓർത്ത് അയാൾ കൺഫ്യൂഷൻ ആവാറുണ്ട്. പക്ഷെ അയാൾ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അയാളെ ഒരുപാട് തരത്തിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ ഒരു പേഴ്സണ് വളരെ നല്ല പീസും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടും വളരെ എന്താ പറയുക, ഒരു ഫ്രീ സ്പിരിറ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഭയങ്കര മെച്യൂർ ആയിട്ടും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വളരെ പിള്ളേരെ പോലെയും അല്ലെങ്കിൽ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് രീതിയിലൊക്കെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അപ്പൊ അതേപോലത്തെ ഒരാളായിരുന്നു അവർ നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരിക്കലും നിങ്ങളോടൊത്തുള്ള ഒരു ജീവിതം ഒക്കെ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലി വൈസ് എന്തെങ്കിലുമായിരിക്കും അവരുടെ ബാക്കിലോട്ട് വലിക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഡീറ്റെയിൽ റീഡിംഗ് തന്നെ എടുക്കണം. അപ്പോ അങ്ങനത്തെ ഒരു ഫിയറും അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകും അതിൽ നിന്ന്. പിന്നെ അയാളുടെ ജീവിതത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പെയിൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ട്രോമാസ്, പിന്നെ ഞാൻ നിങ്ങൾക്ക് അതായത് നിങ്ങളെ കൂടെ കൊണ്ടുവന്ന ലൈഫ് നശിപ്പിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചിന്തകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അയാൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയതും സൈലന്റ് ആയിട്ട് നിൽക്കുന്നതും. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ സൈലൻസ് എന്ന് വെച്ചാൽ ഒരു മറയായിരുന്നു ശരിക്കും പറഞ്ഞാല്. കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പേടിയുടെ പുറത്തുള്ള ഒരു മറയായിരുന്നു ശരിക്കും സൈലൻസ്. അത് തൽക്കാലത്തേക്കൊന്ന് നിർത്തി വെച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് അയാൾക്ക് വരുന്ന ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും അതൊരിക്കലും ക്ലോസ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? അതിപ്പോഴും സ്റ്റിൽ ആക്റ്റീവ് ആണ്, പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അൺഫിനിഷ്ഡ് എനർജിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാവും. പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ ഒരുപാട് എന്താ പറയാ ടെൻഷൻ അടിച്ചും അതല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ചും സങ്കടപ്പെട്ട് നമ്മൾ ഓടിക്കതച്ചിട്ടൊക്കെ ആൾക്കാരും സംസാരില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ ഇത്രയും നാൾ ആ പേഴ്സൺ ഇത്രയും നാൾ ഇഗ്നോർ ചെയ്ത് നിങ്ങൾ നടന്നില്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് അയാൾക്ക് കൊടുക്കുമല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു ഓരോ കോൺവെർസേഷൻ ഓരോ വാക്കുകളും വളരെ സത്യസന്ധതയോടുകൂടെ തന്നെ അയാൾ സംസാരിക്കുകയാണ് ചെയ്യുക, മനസ്സിലായാലും അത് കള്ളത്തരങ്ങളോ ഒന്നും അല്ല അയാളിനി വരുമ്പോ പറയാൻ പോകുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഇത്രയും നാളും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് തന്നുകൊണ്ടിരുന്നത്. ആണോ അല്ലയോ എന്നായിരുന്നു നിങ്ങൾക്കുള്ള ഡൗട്ട്. പക്ഷെ ഇപ്പോൾ ശരിക്കും വ്യക്തമായിട്ടൊരു ആൻസർ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനിയും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ അതായത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസിൽ കൂടെ ഞാൻ ഇനി പോകുന്നില്ല. ഞാൻ ഹിസ്റ്ററി ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എനിക്കും കുറച്ചുകൂടെയൊക്കെ എന്താ പറയാ ഇമോഷണലി ഞാൻ കുറെ കൂടെ സ്റ്റേബിൾ ആണ്, ഞാൻ പഴയ പോലെ ആവില്ല, അങ്ങനെയൊക്കെ ഒരു തരത്തിൽ നിങ്ങൾ വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന് നിങ്ങളൊരു ഡിറ്റാച്ച്ഡ് ആയ ഒരു റിലേഷൻഷിപ്പിന് മനസ്സിലായത്. ഇമോഷണലി നിങ്ങൾ അതിൽ നിന്ന് കുറെ മാറി, നിങ്ങൾ ഒരുപാട് ലെസൺസ് പഠിച്ചു, നിങ്ങൾ ഡിസ്റ്റൻസ് അതായത് ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യാൻ പഠിച്ചു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലൊരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കാരണം വെച്ചാൽ നിങ്ങൾ കണക്ഷൻസ് ശരിക്കും പറഞ്ഞാൽ അവേക്കൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ജന്മരഹസ്യത്തെ അതായത് ലൈഫ് പേർപ്പസിനെ പറ്റി നിങ്ങൾ അറിയാൻ വേണ്ടി ആണ് ഇങ്ങനത്തെ ഒരു റിലേഷൻ ലൈഫിലോട്ട് വന്നതും ഇങ്ങനെ ഈ ഒരു വൂൺസും എല്ലാം അറിയാൻ തുടങ്ങിയതും. പിന്നെ നിങ്ങളിപ്പോ നല്ലപോലെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പിന്നത്തെ കാര്യം നിങ്ങൾ ഓവറായിട്ട് ഇപ്പോ നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരിലോട്ട് നിങ്ങൾ പറയുക അല്ലെങ്കിൽ പറയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരിക അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ നിങ്ങൾ സോൾ വൈസ് കുറെ കൂടെയൊക്കെ പ്യൂരിഫൈ ചെയ്തു എന്നതിനുള്ള അതാണ്. ഇപ്പോ ഫിയർ അതായത് എന്തുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുള്ള ഫിയറും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി. ഇപ്പോ ഒരുപാട് നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു സോൾ ശരിക്കും പറഞ്ഞാൽ മേ ബി പാസ്റ്റ് ലൈഫ് ആയിരിക്കും എല്ലാ സോൾസും നമ്മൾ ഏതൊക്കെ തരത്തില് അപ്പൊ വന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും കൂടെ വേണ്ടി തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ലെസൺ ആയിരുന്നു ഈ
ഒരു പേഴ്സൺ. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങളോട് സംസാരിക്കാൻ. നിങ്ങളിപ്പോ ഇമോഷണലി സോൾ വൈസും ഒക്കെ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി അയാൾ പറയുന്നത് കേൾക്കുക. അയാൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത പോലും കാര്യങ്ങൾ ചിലപ്പോൾ അയാൾ പറയാതെ ലൈഫിൽ നടന്നു. അയാൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്, മനസ്സിലായ. ചിലപ്പോൾ ആരും കേൾക്കാൻ പോലും ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം. അപ്പൊ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ ഒരു മറ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണെ അതുപോലെ തന്നെ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്റെ റീഡിംഗ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.